പ്രിയമുള്ളവരെ, ഇന്ന് വലിയ നോമ്പിൽ 13-ാം ദിനം. അഹംഭാവം നിറഞ്ഞ പള്ളികൾ. ഒരു സന്യാസി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നതിന് മുൻപായി ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു: ദൈവമേ, ഞാൻ പള്ളിയിലേക്ക് പോവുകയാണ്, ഇനി പോയി വരുമ്പോൾ കാണാം. പള്ളി എല്ലാവരും വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റൊന്നുമില്ല, അതിൽ അലങ്കാരപ്പണി നടത്തുന്നതിലും തെറ്റില്ല. പക്ഷേ വലുതായി പണിത പള്ളി ഉള്ളു പൊള്ളയായതാണെങ്കിലോ, ഉള്ളിൽ കള്ളം മാത്രം നിറയുകയാണെങ്കിലോ? മെഗലോമാനിയ എന്നൊരു മാനസിക രോഗമുണ്ട്. വലുതായ എന്തിനോടും ഭ്രമം വരുന്ന ഒരു അവസ്ഥയാണിത്. വലിയ പള്ളി, വലിയ പള്ളി അങ്കണം, വലിയ പള്ളിക്കൂടം, വലിയ വീടുകൾ, വലിയ കാറുകൾ, ഇതിനോടൊക്കെ ഭ്രമമാണ് ചിലർക്കെങ്കിലും. പക്ഷേ വലിയൊരു പള്ളി വലിയൊരു പൊള്ളക്കൂട്ടവും വലിയൊരു കള്ളക്കൂട്ടവുമായി മാറുന്നുണ്ടെങ്കിൽ അതൊരു ദുരന്തമല്ലേ? പല പള്ളികളിലും പള്ളിക്കാരുടെ അഹങ്കാരം നിറഞ്ഞു കവിഞ്ഞ് മറ്റൊന്നിനും അവിടെ ഇടമില്ലാത്തതുകൊണ്ട് ദൈവം പള്ളി വിട്ടുപോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഒരു ഓഡിറ്റോറിയത്തിൽ ഗായകൻ നിർത്താതെ പാടി നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. എന്നാൽ ഓരോരുത്തരായി സദസ്സ് വിട്ട് പോകുന്നുമുണ്ട്. പുറത്തേക്ക് പോകുന്നൊരാൾ മറ്റൊരാളോട് പറഞ്ഞു: അയാളുടെ സ്വരം ഓഡിറ്റോറിയത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ആ സ്വരത്തിന് ഇടം കൊടുക്കാനായി ഞങ്ങൾ ഓരോരുത്തരും ഒഴിഞ്ഞു കൊടുക്കുകയാണ്. പള്ളിക്കാരുടെ ഈഗോ അഥവാ അഹംഭാവം നിറയുന്നിടത്ത് യേശുവിന് എന്ത് സ്ഥാനം? പള്ളിക്കുള്ളിൽ അഹംഭാവം വാഴട്ടെ എന്നോർത്തുകൊണ്ട് യേശു പള്ളി വിട്ടു പോകുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പിൽ നമ്മുടെ ആത്മീയതയിലേക്കും നമ്മുടെ ദൈവിക ആരാധനയിലേക്കും ദൈവാലയത്തിലേക്കും സസൂക്ഷ്മം ഒന്ന് നോക്കാം. എൻ്റെ വീടും എൻ്റെ വ്യക്തിജീവിതങ്ങളും എൻ്റെ പള്ളിയും യേശുവിനെ കൊണ്ടാണോ അഹംഭാവം കൊണ്ടാണോ നിറഞ്ഞു നിൽക്കുന്നത്? നമ്മുടെ വീടുകളും നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ദൈവാലയങ്ങളും യേശുവിനെ കൊണ്ട് നിറഞ്ഞു നിൽക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അതിനായി പരിശ്രമിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സസ്നേഹം, ഈപ്പനച്ചൻ.